ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റെസിപ്പീസ് ഒന്നും അല്ല ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുമാത്രമല്ല, പിന്നെ ഒരു കുഞ്ഞു കാര്യവും കൂടെ പറയാനുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സൈറുവിൻ്റെ ബർത്ത്ഡേയും ഞങ്ങളുടെ ആനിവേഴ്സറി ഡേയും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനലിന് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡ് ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈറുവിൻ്റെ ബർത്ത്ഡേ കേക്ക് ഇത് ഇവിടെ ഉമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വീഡിയോ അതിനോടൊപ്പം തന്നെ ഉണ്ട്. നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കുകയാണ്. രാത്രി ഇപ്പോൾ കറക്റ്റ് സമയം പറഞ്ഞാൽ രാത്രി ഇപ്പോൾ കറക്റ്റ് 12 മണിയായിട്ടുണ്ട്. 12 മണിക്കാണ് കറക്റ്റ് 12 മണിയാണ്. കേക്ക് സാധാ കേക്കല്ല, നോക്കി കേക്ക് കുറച്ച് കേക്ക് ഷേപ്പില്ലാതെയൊക്കെ പോയത്. അതന്നെ, സാധാ കേക്കല്ല, ഡോൾ കേക്കാണ് അമ്മ സൈറുവിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഡോൾ കേക്കാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് ഡോൾ കേക്ക് തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ കേക്ക് സൈറുവിന് വേണ്ടി ഉമ്മ തലേ ദിവസം വീട്ടിൽ ചെയ്തയാ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ വീഡിയോസാണിത്. അപ്പോൾ ഇനി നമുക്ക് പിറ്റേ ദിവസത്തെ രാവിലത്തെ ഷോട്ട് കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അപ്പു. സൈറു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഉറക്കം പറഞ്ഞോ? അപ്പോൾ പിന്നെ സാധാരണയായിട്ട് സൈറ്റിൽ പോകുന്ന പോലെ തന്നെ പോയി. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മട്ടനൊക്കെ ഇവിടെയൊക്കെ രാവിലെ വാങ്ങിയാലേ കിട്ടുള്ളൂ. അപ്പം അതൊക്കെ വാങ്ങി തന്നിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കുറച്ച് കട്ടായിട്ട് കാണിക്കാം. പിന്നെ ഇന്ന് ഞാൻ ആനിവേഴ്സറിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വെറും 3 ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വാനില കേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇപ്പോഴത്തേക്കും വൈകുന്നേരമായി ഉമ്മായും വാപ്പായും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇനി കാണുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പുറത്ത് കേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ 2 പേരും കേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, പുറത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഉമ്മ ചെയ്ത ആ ഒരു ഡോൾ കേക്ക് ഉണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ ഉമ്മായും വാപ്പായും ഒക്കെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം, മക്കൾക്ക് 2 പേർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കേക്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ടേബിളിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് എപ്പോഴും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. അങ്ങനെ വലിയ ആഡംബരമൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ 2 കുടുംബം വളരെ ലഘൂകരിച്ച് ചെയ്യുന്ന ചടങ്ങാണ് ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാടൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ ഒരുപാട് സൗണ്ട് ഓവറൊന്നും ചെയ്യുന്നില്ല, മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അവിടെ സംസാരിച്ചത് ആ ഒരു രീതിയിൽ തന്നെയാണ് വീഡിയോ ഓൾമോസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലോട്ട് പോവാം. Happy birthday to you. Happy birthday to Sarah. Happy birthday to you.
ചെയ്യാൻ പാടില്ല. അയ്യോ മറന്നു. ചെയ്യാൻ പാടില്ല. വളരെ ആക്റ്റീവാണ് എപ്പോഴും. ഞാൻ കൊടുത്തു. നീയാണ് കൊടുക്കാൻ. നീയാണ് കൊടുക്കാനുള്ളത്. അപ്പക്കുന്നില്ല. മകളോട് അപ്പൊ പുറത്ത് പോലെ സൈറോ അപ്പോൾ നമ്മുടെ ചാനലിൽ കുക്കിംഗ് ആണ് ഒരുപാട് കൂടുതൽ, വ്ളോഗ്സ് കുറവാണ്. വ്ളോഗ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് എപ്പോഴും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ വ്ളോഗ്സ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഒരു മടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എല്ലാവരും അത് കാണുമോ? പിന്നെ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ കൂടുതലും എനിക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സൗണ്ട് ഓവർ ചെയ്യാനല്ല, നമ്മുടെ ഒറിജിനൽ വോയിസിൽ ചെയ്തിടാനാണ് ഇഷ്ടം. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ ഇടുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് വോയിസ് ഓവർ കൊടുത്തിടുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറിജിനൽ വോയിസിൽ ഇടുന്നതാണോ ഇഷ്ടം എന്ന് നിങ്ങൾ പറയണം, കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ്സിലൊക്കെ എനിക്ക് ആ രീതിയിൽ ചെയ്യാമല്ലോ. ബ്രോ നേരത്തെ ഞാൻ ദാദാ വരൂ നേരത്തെ ഞാൻ എന്ന് മിണ്ടായിരിക്കോ? ഇതിനും കൊടുത്തോ എൻ്റെ ഫാൻസ്. അതൊക്കെ വീഡിയോയിലും കൂടെ വന്നു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങളൊരു കുഞ്ഞ് റിങ് സൈറുവിന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് റിങ്സൊക്കെ ഇടാനായിട്ട്. പക്ഷേ വാങ്ങിച്ചു കൊടുക്കാൻ ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക്, കാരണം കുഞ്ഞല്ലേ. അപ്പം വായിലെങ്ങാനും വിരലിട്ട് മോതിരെങ്ങാനും വായിൽ പോയാലോ, അതൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വലുതായി തുടങ്ങിയല്ലോ, അപ്പോൾ ഇപ്പോൾ അവർക്ക് ഏകദേശം എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കൊടുത്തയാ. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായി കിട്ടിയപ്പോൾ. ആ വാ ഒന്നും കൂടെ തുറന്ന് ഒന്നും കൂടെ കയറും സൈറുണ്ട് ഇങ്ങനെ. എന്തുമ്മ? ആ എൻ്റെ ഗിഫ്റ്റ് താത്ത ഒന്ന് പിടിയാത്താ. എന്ത് വിചാരിച്ചു നമ്മൾ ബില്ല് പാസ്സായാലും കോൺട്രാക്ടറാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ കേക്കും കൂടെ കട്ട് ചെയ്യാം. അപ്പം 9th ആനിവേഴ്സറിയാണ് ഞങ്ങളുടെ. അപ്പോൾ അതും കൂടെ കാണാം. പറഞ്ഞതുപോലെ ചെയ്യുന്നു. ഗിഫ്റ്റും കൊണ്ടുപോകുന്ന. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പഴയൊരു വീഡിയോ ആണ്. ഞങ്ങൾ അബുദാബിയിൽ ഇരുന്ന സമയത്ത് നമ്മുടെ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടിയ ദിവസം അന്ന് ഞാൻ എടുത്ത ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ഷോട്ടും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്ന ദിവസമാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി, ഒരുപാട് അഭിമാനത്തോടു കൂടി അൺബോക്സ് ചെയ്യുന്നതാണ്.
അപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം കൊണ്ടൊരു സങ്കടമില്ലേ, അത് വരുന്നുണ്ട്. കാരണം അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു അവാർഡ് കയ്യിൽ കിട്ടാനായിട്ട്. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരി നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ പണ്ട് യൂട്യൂബ് ചാനലിൽ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതൊന്ന് കാണാൻ പറ്റിയെന്നെങ്കിൽ, ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടും എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അത്രയ്ക്ക് ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഈ ഒരു പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കുടുംബം, എൻ്റെ ഇക്കാര കുടുംബം, അങ്ങനെ എടുത്ത് ഞാൻ മാറ്റി പറയുന്നില്ല, എല്ലാം എൻ്റെ കുടുംബം തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ, എൻ്റെ ഇക്ക, അവർ രണ്ടും നമ്മുടെ ചാനലിലെ സപ്പോർട്ട് പില്ലേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഇക്കാര ഉമ്മ ഒരു ദിവസം വീഡിയോ എൻ്റെ അടുത്തിടാൻ വീഡിയോ ഇല്ലെങ്കിൽ ഉമ്മ എടുത്ത് ചോദിക്കും, നാളെ ഇടാൻ വീഡിയോ ഉണ്ടോ, റെസിപ്പി ചെയ്യുന്നില്ലേ, അങ്ങനെ ചോദിക്കും. പിന്നെ എന്തെങ്കിലും റെസിപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും വീട്ടിൽ എല്ലാം കാണണമെന്നില്ല, എന്തെങ്കിലും ഒരു ഐറ്റം ഇല്ലെങ്കിൽ പോലും ഇക്കാര വാപ്പ പെട്ടെന്ന് പോയി അത് വാങ്ങിയിട്ടൊക്കെ വരും. ഭയങ്കര സപ്പോർട്ടാണ്. മാഷാ അല്ലാ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എപ്പോഴും. നമുക്ക് നമ്മുടെ സിംപ്ലികളുടെ ഉമ്മ, അതെന്റെ ഉമ്മാക്കും നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കിടുക്കാച്ച് പ്ലേ ബട്ടൺ ആണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിന്റെ കഷ്ടപ്പാട് എങ്ങനെയാണ് എന്ന് പറയൂ ഗൈസ്. അടിപൊളി കഷ്ടപ്പാടാണ്, കിട്ടിയതിൽ വളരെ സന്തോഷം. സങ്കടം വന്ന് നമുക്ക് സന്തോഷ കണ്ണീര് വരാനുള്ള ഇതായിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ ഇഷ്ടമാണ്. റെസിപ്പീസ് മാത്രം കണ്ടിട്ട് ഒരുപാട് പേർക്ക് കട്ട ഫാൻ ആയിട്ടുണ്ട്. നമ്മുടെ ഭയങ്കര ഇഷ്ടമാണ്. അതുക്കും മേലെ ആത്മാർത്ഥമായിട്ട് ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അഭിനയിക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ജസ്റ്റ് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. കാര്യം വരുന്നില്ല, സന്തോഷം കൊണ്ട് കാര്യമൊന്നും വരുന്നില്ല. സത്യം പറയാമെങ്കിൽ കാര്യം വരുന്നില്ല. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനാണ് ഈ പ്ലേ ബട്ടൺ കിട്ടുന്നത്. ഇപ്പം 3,07,000 ഇതുവരെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ഇങ്ങനെ ഗൾഫിൽ നിന്ന് ഒന്ന് ക്വാറന്റൈൻ, അതിന്റെ തിരക്ക്, പിന്നെ ഉമ്മാക്ക് സത്യത്തിൽ വരാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഉമ്മ പറഞ്ഞു. നമ്മുടെ ലൈവിലെ ഒട്ടുമിക്ക എല്ലാവരും കണ്ടായിരുന്നു. മോള് പ്രഗ്നന്റ് ആണ്, സിസ്റ്ററിന് വിശേഷമുണ്ട്. ഇപ്പം ബെഡ് റെസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങളെ വീട്ടിലാണ്. അപ്പൊ ഉമ്മ കറക്റ്റ് ആയിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോ വീഡിയോയിലൊന്നും ഇല്ല. ഒരുപാട് പേര് ചോദിച്ചില്ലേ ഉമ്മ വേറെ ചാനലായോ? അയ്യോ, ഞാൻ വേറെ ഒരു ചാനലും തുടങ്ങിയില്ല. ഈ ചാനലിലാണ്. പിന്നെ മോന്റെ ചാനലിലും ഉണ്ട്. മോന്റെ ചാനലിൽ വീഡിയോ അടിച്ചു മാറ്റുന്നുണ്ട്. എന്റെ ചാനലിന്റെ പേരാണ് നിഹാൽ ഷസർ ഹബ്. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൽ കാണുക. അപ്പം അനിയത്തിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പൊ ബെഡ് റെസ്റ്റ് ആണ്, ഭയങ്കര കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ വീഡിയോസ് ഇടാത്തത്. അപ്പൊ ഞാൻ കഴിഞ്ഞ് തീരുമ്പോ വീഡിയോസ് ഒക്കെ ഇടും. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നിക്കാണല്ല. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിൽ കുഴപ്പമുണ്ട്, എനിക്ക് കുഴപ്പമുണ്ട്. പുതിയൊരു മെമ്പറിനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാൾ വന്ന് ഇപ്പൊ ഉണ്ട്, ഒന്ന് കാണിച്ചു കൊടുക്കും. ഹലോ ഗൈസ് പറഞ്ഞേ. അപ്പുവിന്റെ ചാനൽ പറഞ്ഞു. അപ്പുവിന്റെ ചാനലിന്റെ പേരൊന്ന് പറഞ്ഞേ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നെ പോലെ പറയുന്ന മുമ്പേ ഭയങ്കരമായിട്ട്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഉടനെ തന്നെ നമ്മുടെ സിംപ്ലിക്കയില് 1 മില്യൺ അടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ ഗൈസ്? 1 മില്യൺ അടിക്കുമ്പോൾ താത്ത പറഞ്ഞിട്ടുണ്ട്, 1 മില്യൺ അടിക്കുമ്പോൾ ഈ സാധനം എനിക്ക് തരാമെന്ന് താത്ത പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്ത കേക്കിന്റെ വീഡിയോസ് എല്ലാം അതിന്റെ കംപ്ലീറ്റ് വീഡിയോ സൈറൂന്റെ കേക്ക് ഞാൻ പറഞ്ഞോട്ടെ. സൈറൂന് ചെയ്ത കേക്കിന്റെ വീഡിയോസ് എന്റെ ചാനലിൽ ഇടുന്നതാണ്. എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതിൽ കൂടെ പറയണം. ഇനി നിങ്ങളടുത്ത് പറഞ്ഞില്ല എന്നുള്ള വിഷമം വേണ്ട. എല്ലാരും ഒന്ന് കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ മോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എന്നാ മാത്രമേ ഞാൻ പൊങ്ങി വരത്തുള്ളൂ. തട്ടിച്ചോണ്ട് പോകും. പക്ഷെ നമുക്ക് അങ്ങനെ നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യണത് മാത്രം മതി. എന്റെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവരെല്ലാം എല്ലാവർക്കും വ്ലോഗ് വേണം. അതെ, എല്ലാവർക്കും വ്ലോഗ് വേണം. അതുകൊണ്ട്
സർജറി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് പുറത്തോട്ട് ഇവിടെയാണ് ഞാൻ വരുന്നത് ഫസ്റ്റ്. അതായത് സർജറി 3 മാസമോ 2 മാസത്തോളമായി. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ പുറത്ത് ഇറങ്ങി ഒന്ന് ആക്റ്റീവായി ഹലോ ഗൈസ് എന്ന് ഉറക്കെ വിളിക്കാൻ ഇപ്പോഴാണ് നമ്മുടെ 1 മില്യന്റെ നമ്മളെ ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേ സേനെ? ഹലോ ഗൈസ് പറഞ്ഞേ. ആ അപ്പൊ എല്ലാം ടാറ്റ പറഞ്ഞേ. ബൈ 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 ബൈ. എൻ്റെ വാപ്പായെ സംബന്ധിച്ചിടത്തോളം വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ ചെയ്യാനും, അല്ലെങ്കിൽ ഞാനും ഉമ്മായും ചെയ്യുന്ന ഹാർഡ് വർക്കിന് ഒക്കെ റിസൾട്ട് കിട്ടുമ്പോൾ വ്യൂസൊക്കെ വീഡിയോസിന് കൂടുമ്പോഴൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കും. ഭയങ്കര ഇഷ്ടമാണ് വാപ്പാക്ക്. വ്യൂസൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ വിളിച്ച് എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറയും. അങ്ങനെ നമ്മുടെ ബ്രോ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബ്രോ എന്താണ് പറയാനുള്ളത്? നല്ല ഫ്രെയിം സെപ്പറേറ്റ് ആണ്. ഓക്കെ, വാങ്ങിയ കാര്യമല്ലേ ചോദിച്ചത്, ഇത് കിട്ടിയിട്ട് കാര്യമാണ് ബ്രോ ചോദിച്ചത്. ഇത് വളരെ കഷ്ടപ്പാടുണ്ട്. ആണല്ലേ? എന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടിന്റെ ഫലമാണ്. അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ എന്താ ഇവിടെ നമ്മുടെ ചെറിയ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മൊഞ്ചായിട്ടുണ്ട്. നമ്മുടെ ബ്രോ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ബ്രോ രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.